ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ചെറിയ വ്ളോഗാണ് കേട്ടോ. വ്ളോഗെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു വീഡിയോ. ഇന്ന് ഫൈസിക്ക് സ്കൂളൊന്നുമില്ല. ഇന്ന് മദ്രസ ചേർത്ത് മദ്രസ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ അപ്പം ഉണ്ടാക്കി ഗ്രീൻ പീസ് കറിയാണ്. അത് ഉറങ്ങുകയാണ് കേട്ടോ. ഫൈസ എപ്പോൾ എഴുന്നേറ്റ് വന്നാൽ പിന്നെ എൻ്റെ അടുത്ത് ഇവിടെ വന്നിരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഫൈസിക്ക് മുയലച്ചൻ്റെ അപ്പം അങ്ങനെ പല രീതിയിൽ അപ്പം ചുട്ട് കൊടുക്കണം. അതാണ് അവന് ഏറ്റവും ഇഷ്ടം. അപ്പോഴേക്കും നമ്മുടെ ആദ്യം എഴുന്നേറ്റു കേട്ടോ. ആദ്യം എഴുന്നേറ്റിട്ടതാ നമ്മൾ കണ്ടിലേക്ക് നേരെ താഴ്ചാടും. അതുപോലെ വന്ന് നിന്നിട്ടാട്ടോ നമ്മളെ വിളിക്കുള്ളൂ. ആദം ആദം വാ, എടുത്തിട്ട് വാ. നമ്മൾ കുറച്ച് നേരം നമ്മുടെ കൊച്ചിനെയൊക്കെ കളിപ്പിച്ചിട്ട് ഞാനും അവനും കൂടി ഒരു ചായ കുടിക്കാണ് കേട്ടോ. ആദ്യത്തിന് പിന്നെ അന്ന് ഉമ്മിച്ചുണ്ടായിരുന്നു, എനിക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ മദ്രസയിൽ പോകുന്ന ഫൈസിക്ക് ഇഷ്ടേ അല്ല കളിക്കാൻ വേണ്ടിയിട്ട്. കരഞ്ഞുകൊണ്ടൊക്കെയാണ് കേട്ടോ റെഡി ആവണത്. തന്നെ റെഡി ആവില്ല, നമ്മൾ റെഡിയാക്കി കൊടുക്കണം. കാരണം അവന് ഇഷ്ടമല്ലല്ലോ മദ്രസയിൽ പോകുന്നത്. ഞാൻ കൊണ്ടുവിടാൻ പിന്നെ ഉമ്മിച്ചുള്ള കാരണം കൊച്ചിനെ ഉമ്മിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ. ഫൈസിനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ അതിന് ഒന്നിച്ച് ഉറക്കായിരുന്നു കേട്ടോ. പാവം നല്ല ഉറക്കമാണ്. ഉറക്കം ഒരു 5 മിനിറ്റത്തെ ഒരു പൂച്ചുറക്കം കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ മദ്രസ അങ്ങ് ദൂരമല്ല, നമ്മുടെ ഇവിടെ പള്ളിയിൽ അടുത്താണ്, വീടിൻ്റെ അടുത്ത്. നമ്മളങ്ങനെ മൊത്തം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ കൊച്ചു സമ്മതിക്കൂല. അത് കഴിഞ്ഞിട്ട് ഫൈസിനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. അവർക്ക് 10 മണി മുതൽ 12 മണി വരുള്ളൂ കേട്ടോ. എന്നിട്ട് അവരവിടെ ഇരുന്നിട്ട് ഞാൻ വാതിലടച്ചിരുന്ന കാരണം ജനലേക്കട അപ്പുറത്തെ പെങ്കൊച്ചായിട്ട് ഇന്ന് വർത്താനം പറയണം കേട്ടോ. കാരണം പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത കാരണം അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കുറേ നേരം ഇരുന്ന് കളിക്കും. ഞാൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ കരച്ചിലായിരിക്കും. അപ്പം നമ്മളും അവിടെ തന്നെ ഇരിക്കണം. പിന്നെ ഫൈസിക്ക് മദ്രസയിൽ പഠിക്കാനുണ്ടാവും കേട്ടോ. അത് പഠിക്കാണ്ട് കളിക്കാൻ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ അവൻ പഠിക്കുകയില്ല, കയറി കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ മാത്രമേ വിടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നിരുന്ന് തന്നെ എഴുതിക്കോളും. കളിയൊക്കെ കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ ഫൈസിക്ക് വാപ്പീനെ കാണണം. പിന്നെ ആ സിറ്റൗട്ടിൽ അങ്ങനെ ഇരിക്കും വന്നോ നോക്കിട്ടോ. അപ്പം നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇത്രയുള്ളേ. എന്റെ പാപ്പി വന്നോടി പോടീന്ന് പറ, അവളത് പോവാൻ പറ. അവനെ നോക്കണേ, അവനെന്നാ ചെയ്തേ എന്നെ പറ, പുള്ളി പറ, പാപ്പിടി പൊന്നു പറ, തങ്കു പൂച്ചു പറ.